C1 സ്റ്റാർട്ട് ചെയ്യാം. C1-ല് സിൻഫ്ലൂ ഫൗണ്ട് ഇൻ ബേർഡ്സ് അതിനെ പറ്റിയൊരു പ്രസന്റേഷൻ ആണ് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. അത്യാവശ്യം ഈസി ആണെന്ന് തോന്നുന്നു അല്ലേ? ആയിരുന്നോ? കൺഫ്യൂസിംഗ് ആയിരുന്നു. ഈസി ആയിരുന്നു, പക്ഷേ കൺഫ്യൂസിംഗ് ആയിരുന്നു. ശരി, നോക്ക്. 7th question. Scientists are worried that the virus could potentially spread. എങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്നാണ് worried ചെയ്യുന്നത്? ബീറ്റ ടു ചിക്കൻ ആൻഡ് ടർക്കി ഫാംസ് എൽസ്വെയർ. കിട്ടിയോ? ഇല്ല, എനിക്ക് ചാർലി ആയിരുന്നു കിട്ടി. അതർ ടൈപ്സ് ഓഫ് ആനിമൽസ്. ആ വാക്കിന് അങ്ങനെയായിരിക്കും ഒരു ഫ്രേസ്, ആ ഫ്രേസിന്റെ മീനിങ് അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു. നമുക്ക് ഫുഡ് മീൻസ് ഒരു പോസിബിലിറ്റി, പൊട്ടൻഷ്യലി സ്പ്രെഡ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇനി നോക്കുക. ലാസ്റ്റ് വീക്ക് H1N1 virus was found in turkeys on farms in Chile. ചിലിയിലെ ടർക്കീസ് ഫാംസിൽ H1N1 വൈറസ് ലാസ്റ്റ് വീക്ക് ഫൗണ്ട് ചെയ്തു. The UN now says poultry farms elsewhere in the world could also become infected. അപ്പൊ UN ഇപ്പൊ പറയുന്നത് എന്താണ്? വേൾഡിലെ elsewhere, അതായത് എവിടെ വേണം, ഏത് പൗൾട്രി ഫാമിൽ വേണമെങ്കിലും ഇത് എന്താകാം? ഇൻഫെക്റ്റഡ് ആകാം. Could also become infected. കണ്ടല്ലോ? Scientists are worried that the virus could theoretically mix with more dangerous strains. അപ്പൊ അത് സ്ട്രെയിൻസ്, അതായത് സയന്റിസ്റ്റ് വേറെയും വറി ചെയ്യുന്നുണ്ട്. എന്താണ്? ഈ വൈറസ് വേറെ ഡേഞ്ചറസ് സ്ട്രെയിൻസുമായിട്ട് മിക്സ് ചെയ്യുമോ എന്ന് ഓർത്തും അവർ worried ആണ്. ഇറ്റ് ഹാസ് പ്രീവിയസ്ലി സ്പ്രെഡ് ഫ്രം ഹ്യൂമൻസ് ടു പിഗ്സ്. അപ്പൊ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹ്യൂമൻസ് ടു പിഗ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. However, Sinflu remain no more severe than seasonal flu. ഓക്കെ, ഇനി നമുക്ക് എലിമിനേഷൻ മെത്തേഡ് നോക്കാം. ഓപ്ഷൻ എ, ഫ്രം പിഗ് ടു ഹ്യൂമൻ. പിഗ് ടു ഹ്യൂമൻ പറയുന്നുണ്ട്. എവിടെയാണ്? സെക്കൻഡ് ലാസ്റ്റ് ലൈൻ ആയിട്ട്. പിഗ് ടു ഹ്യൂമൻ നല്ല പറയുന്നത്, ഹ്യൂമൻ ടു പിഗ് എന്നാ പറയുന്നത്. ഹ്യൂമൻ ടു പിഗ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. അതും പ്രീവിയസ്ലി സ്പ്രെഡ് ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ അതെ. പിന്നെ സി, ടു അതർ ടൈപ്പ് ഓഫ് ആനിമൽസ്. അതർ ടൈപ്പ് ഓഫ് ആനിമൽസിന്റെ കാര്യം എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഞാനെന്താ പറയുക, ഈ ഡേഞ്ചറസ് സ്ട്രെയിൻ ഉള്ളത് അതർ ടൈപ്പ് ഓഫ് ആനിമൽസ് ആയിരിക്കും വിചാരിച്ചു. ഡേഞ്ചറസ് സ്ട്രെയിൻ മീൻസ് അത് മ്യൂട്ടേഷൻ ചെയ്ത് മാറിപ്പോയി. നമ്മളെ കൊറോണ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തില്ലേ? ഒക്കെ അങ്ങനെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡി, ടു ദ സീപോർട്ട് ഓഫ് വാൽപ്രസിയോ. അത് പറയുന്നുണ്ട് സെക്കൻഡ് പാരഗ്രാഫില്. പക്ഷെ അത് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല, എലിമിനേറ്റ് ചെയ്യാം. പിന്നെ അവരെന്തിനു പറയാവുന്നുണ്ട്? ടു ചിക്കൻ ആൻഡ് ടർക്കി ഫാംസ് എൽസ്വെയർ. അതോടെ പറയുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ സയന്റിസ്റ്റ്. ഫസ്റ്റ് ലൈനില് UN now says പൗൾട്രി ഫാം. പൗൾട്രി ഫാം എന്ന് പറയുമ്പോൾ അവിടെ ആരാ കാണുന്നത്? കോഴിയും ടർക്കീസും. Elsewhere in the world could become also infected. കണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, 8th question. What does Dr. Lubron recommend should be done in the sick bird? അപ്പൊ സിക്ക് ബേർഡ് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ ലൂബ്രോൻ റെക്കമെൻഡ് ചെയ്യുന്നത്? ആൻസർ ചാർലി, ദേ ഷുഡ് ബി അലൗഡ് ടു റിക്കവർ. കിട്ടിയോ? കിട്ടിയായിരുന്നു. അത് ആൽഫ പറയുന്നത് ദേ ഷുഡ് ബി പ്രൊസീഡ് ഇമ്മീഡിയറ്റ്ലി. ഇവിടെ പറയുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് ദ സിക്ക് ബേർഡ് ഹാവ് റിക്കവേർഡ് സേഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസിങ്. അതായത് റിക്കവറി ചെയ്തതിന് ശേഷമാണ് സേഫ് പ്രൊഡക്ഷനും പ്രോസസിങ്ങിനും ഒക്കെ പറ്റത്തുള്ളൂ. ക്യാൻ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നു. സോ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. ദേ ഷുഡ് ബി കിൽഡ്. കില്ല് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ. കില്ലിങ്ങിനെ കുറിച്ച് പറയുന്ന ടു പൗൾട്രി ഫാം. ഇതിനകത്ത് കില്ലിങ്ങിനെ കുറിച്ച്, അടുത്തതിനകത്ത് വേറെ കില്ല് വേറെ പറയുന്നുണ്ട്. ഇതിനകത്ത് കില്ലിങ്ങിനെ കുറിച്ച് പറയുന്നില്ല. 4th പോയിന്റ് ഡെൽറ്റ, ദേ ഷുഡ് ബി ഗിവൺ തമ്മി ഫ്ലൂ. തമ്മി ഫ്ലൂ കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. സോ അത് നമുക്ക് 3 എലിമിനേറ്റ് ചെയ്ത് ദേ ഷുഡ് ബി അലൗഡ് ടു റിക്കവർ. അതാണ് ഈ ഞാൻ വായിച്ച ഭാഗം. വൺസ് ദ സിക്ക് ബേർഡ് ഹാവ് റിക്കവേർഡ്. അപ്പൊ അവര് റിക്കവറി പിറ്റ് കൊടുത്തു, അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ സമയം കൊടുത്തു എന്നല്ല അതിനർത്ഥം. സോ നമുക്ക് ആൻസർ ചാർലി ചൂസ് ചെയ്യാം. അതെ, നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ചിലിയൻ അതോറിറ്റീസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ദ ഇൻസിഡന്റ് ലാസ്റ്റ് വീക്ക്. അപ്പൊ അവിടെ ലാസ്റ്റ് വീക്കിലാണ് ഫസ്റ്റ് ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 poultry farms are affected near the seaport of Valparaiso. അപ്പൊ വാൽപ്രസിയോയുടെ അടുത്ത് 2 poultry farms affected ആണ്. ജുവാൻ ലൂബ്രോന്ത്, interim chief veterinary officer of the UN Food and Agriculture Organization said once the sick bird has recovered. അപ്പൊ അവര് പറയുന്നത് ഈ സിക്ക് ബേർഡ് റിക്കവർ ആയതിനു ശേഷം safe production and processing can continue. They do not pose a threat to the food chain. അവർ എന്തുണ്ടാക്കരുത്? ഒരു ഫുഡ് ചെയിൻ ത്രെഡ് ഉണ്ടാക്കരുത് എന്നും പറയുന്നുണ്ട്. ഓപ്ഷൻ എ, they should be processed immediately. പ്രോസസ് ചെയ്യാൻ പറയുന്നില്ല ഇമ്മീഡിയറ്റ്ലി.
പിന്നെ they should be killed, കൊല്ലാനും പറയുന്നില്ല. They should be given Tamiflu. Tamiflu means a medication ആണ്, അത് കൊടുക്കാനും പറഞ്ഞിട്ടില്ല പാരഗ്രാഫില്. പിന്നെ അവിടെ എന്ത് പറയുന്നുണ്ട്, വൺസ് റിക്കവർ ആയതിനു ശേഷം പ്രൊഡക്ഷൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നു. സോ അവിടെ നിന്ന് ചാർലി, they should be allowed to recover. ഓക്കെ ആണോ? Okay. Next one. What is the meaning of spillover effect mentioned in the passage? അത് ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു. Spillover effect അല്ല. കാരണം ആൻസർ വന്നേക്കുന്നത് ആ സ്പിൽ ഓവർ കഴിഞ്ഞു കിടക്കുന്ന വാക്ക് തന്നെയാണ്. നമുക്ക് ബീറ്റ് ആൽഫ നോക്കാം. ദ വൈറസ് സ്പ്രെഡ് ഫ്രം ചിലി ടു അർജന്റീന. ചിലി ടു അർജന്റീനയിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഒരിക്കലും സ്പിൽ ഓവർ എന്ന് പറയത്തില്ല. കാരണം അവിടെ അർജന്റീനയെ കുറിച്ചൊക്കെ പറയുന്നതിന് ശേഷമാണ് ഇൻഫെക്റ്റഡ് ഫ്രം വർക്കേഴ്സ് ടു ടർക്കി, കാനഡ, അർജന്റീന ആൻഡ് ഓസ്ട്രേലിയ ഹാവ്, അങ്ങനെ എന്തെങ്കിലും ഒരു രാജ്യത്തെ വെച്ച് അങ്ങനെ പറയാൻ ഒരിക്കലും ഒരു സാധ്യതയില്ലല്ലോ. അത് നമുക്ക് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഡെൽറ്റ, ടർക്കീസ് ഹാവ് ബിക്കം ഇൻഫെക്റ്റഡ് ബൈ എഡിറ്റിംഗ് സ്പിൽഡ് കണ്ടാമിനേറ്റഡ് പിഗ് ഫുഡ്. പിഗ് ഫുഡിനെ കുറിച്ചല്ല, പിഗ്സിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പിഗ് ഫുഡ് ഒന്നും ഒരിക്കലും ആ ഒരു ലൈൻ അത് മാച്ച് ആവത്തില്ല. 1 second. ഇനി ബീറ്റ വന്നിട്ട് ചാർലി പറയുന്നത് ടർക്കി ബ്ലഡ് ഹാസ് ബീൻ സ്പിൽഡ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. എനിക്ക് ആൻസർ അതായിരുന്നു കിട്ടിയത്. കാരണം ആൻസർ എടുക്കുന്നത് ദ വൈറസ് ഹാസ് സ്പ്രെഡ് ഫ്രം ഫാക്ടറി വർക്കേഴ്സ് ടു ബേർഡ്. ഈ സ്പിൽ ഓവർ കഴിഞ്ഞ് കിടക്കുന്ന വാക്യം വേർഡ്സ് നമുക്ക് കണ്ടോ, ഫ്രം ഇൻഫെക്റ്റഡ് ഫാം വർക്കേഴ്സ് ടു ടർക്കീസ്. അതായത് അവിടെ ആ സെയിം ആൻസർ തന്നെയാണ്. അപ്പൊ സ്പിൽ ഓവർ എങ്ങനെയാ വരുന്നത്? സ്പില്ലോവർ എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ പറയാം. നമുക്ക് ഈ സ്പില്ലോവർ ഇഫക്റ്റ് എന്ന വേർഡ് വെച്ച് അവർ എന്താണ് മെൻഷൻ ചെയ്തേക്കുന്നത് ആ പാരഗ്രാഫില് നോക്കാം. നെക്സ്റ്റ് 3rd പാരഗ്രാഫിൽ പറയുന്നുണ്ട്, Chilean authority has established a Chilean temporary authorities have established a temporary quarantine and have decided to allow infected birds to recover rather than culling them. അവർ എന്ത് ചെയ്തു? ടെമ്പററി ക്വാറന്റൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവര് എന്ത് ചെയ്യാനായിട്ട്? ഇൻഫെക്റ്റഡ് ബേർഡ്സ് റിക്കവർ ആവാനായിട്ട്. ഇറ്റ് ഈസ് ട്രൂ ദോ ദ ഇൻസിഡന്റ് റെപ്രസെന്റ് എ സ്പിൽ ഓവർ ഫ്രം ഇൻഫെക്റ്റഡ് ഫാം വർക്കേഴ്സ് ടു ടർക്കീസ്. അപ്പൊ ഈ ഇൻസിഡന്റ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു സ്പിൽ ഓവർ ആണ് ഇൻഫെക്റ്റഡ് ഫാം വർക്കേഴ്സിൽ ടു ടർക്കീസിലോട്ട്. ഓക്കെ, ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. The virus has spread to Chile to Argentina. Chile to Argentina സ്പ്രെഡ് ചെയ്യുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. സ്പിൽ ഓവറിന്റെ അടുത്ത് ഉണ്ടോ? ഇല്ല, പറയുന്നില്ല. പിന്നെ ടർക്കി ബ്ലഡ് ഹാസ് ബീൻ സ്പിൽഡ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. ടർക്കിയുടെ ബ്ലഡിന്റെ കാര്യവും പറയുന്നില്ല. ടർക്കീസ് ഹാവ് ബിക്കം ഇൻഫെക്റ്റഡ് ബൈ ഈറ്റിംഗ് സ്പിൽഡ് കണ്ടാമിനേറ്റഡ് പിഗ് ഫുഡ്, അതും പറഞ്ഞിട്ടില്ല. പിന്നെ ദ വൈറസ് ഹാസ് സ്പ്രെഡ് ടു ചിലി, ആൻസർ ബീറ്റ, ദ വൈറസ് ഹാസ് സ്പ്രെഡ് ഫ്രം ഫാക്ടറി വർക്കേഴ്സ് ടു ബേർഡ്സ്. അതായത് ഈ സ്പിൽ ഓവർ എന്ന വേർഡ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് എന്താണ്? അതായത് ഈ ഒരു ഇൻസിഡന്റ് ഇൻഫെക്റ്റഡ് ഫാം വർക്കേഴ്സിൽ നിന്ന് ടർക്കീസിലോട്ട് സ്പ്രെഡ് ആകുമെന്ന് കാണിക്കാനാണ് ആ ഒരു സെന്റൻസ്, ആ ലൈൻ, ഒരു വേർഡ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ആൻസർ ബീറ്റ. ഫാക്ടറി വർക്കേഴ്സിൽ നിന്ന് ബേർഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്യും, അതാണ് ഇൻഫെക്റ്റഡ് ഫാം വർക്കേഴ്സ് ടു ടർക്കീസ്. മനസ്സിലായോ? ആ സ്പിൽ ഓവർ എന്ന വേർഡ്, ആ സ്പിൽ ഓവർ ഇഫക്റ്റ് മെൻഷൻ ചെയ്തേക്കുന്നതിന്റെ മീനിങ് എന്തെന്നാണ്? സ്പിൽ ഓവർ ഇഫക്റ്റ് എന്താണ്? ആ സ്പ്രെഡ് കാണിക്കാനാണ് അവിടെ കാണിച്ചേക്കുന്നത്, അല്ലേ? സ്പ്രെഡ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? Which possibility is Dr. Lubro the most concerned about? Alpha. കിട്ടിയോ? 10th one അല്ലേ? 10th one കിട്ടിയായിരുന്നു. ആൽഫ. സ്പ്രെഡിങ് ടു ചിലി. അതായത് അതെവിടെയായിരുന്നു? ഇവിടെ നോക്കാം. നമുക്കൊരു സെക്കൻഡ് ലൈൻ, ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് വൈറസ് ക്യാൻ മിക്സ് ഇൻ എ പ്രോസസ് കോൾഡ് ജെനറ്റിക് അസോർട്ട്മെന്റ് or recombination. So far, there have been no cases of H1N1 bird flu in flock in China. ഇതുവരെ ചൈനയല്ല, ചിലി, ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചിലിയിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. However, Dr. Rudra said in South Asia there is a lot of H1N1 ഉണ്ട്, അല്ല H1 അല്ല H5N1 ഉണ്ട്, circulating in poultry farmil എല്ലാം ഉണ്ട്. The introduction of H1N1 in this population would be greater concern.
അപ്പം ഇവിടെ കൺസേൺ എന്നുള്ള വാക്ക് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആൻസർ എന്താന്ന് വിചാരിക്കും, പക്ഷെ അതല്ല ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് H1 ഇൻ ദിസ് പോപ്പുലേഷൻ വുഡ് ബി ഗ്രേറ്റ് കൺസേൺ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വായിച്ച ഭാഗത്ത് ഇവിടെ ചിലിയിൽ ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതായിരിക്കണമല്ലോ അയാളുടെ കൺസേൺ. അപ്പം H5N1 വൈറസ് സ്പ്രെഡിങ് ടു ഓസ്ട്രേലിയയുടെ കാര്യം ഇവിടെ പറയുന്നേ ഇല്ല, അയാൾ അതിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നില്ല. H1N1 വൈറസ് സ്പ്രെഡിങ് ടു ഏഷ്യയിൽ ഓൾറെഡി ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. സദേൺ ഏഷ്യയിലൊക്കെ അത് ഓൾറെഡി വൈറസ് പോൾട്രി ഫാമിൽ സ്പ്രെഡ് ആയി എന്നാ പറയുന്നത്. ഡെൽറ്റ H1N1 വൈറസ് സ്പ്രെഡിങ് ടു കാനഡയെ കുറിച്ചും പറയുന്നില്ല. സോ നമുക്ക് ആൻസർ ആൽഫ H5N1 വൈറസ് സ്പ്രെഡിങ് ടു ചിലി, അതാണ് അയാളുടെ കൺസേൺ ആയി വന്നിരിക്കുന്നത്. കാരണം അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങോട്ടല്ലേ വരത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് അങ്ങോട്ടല്ലേ വരാൻ. നമുക്ക് എലിമിനേറ്റും ചെയ്യാം. കാരണം ബിയിൽ പറയുന്ന H59 വൈറസിനെ പറ്റി പറയുന്നില്ല, H191 വൈറസിനെ പറ്റിയും പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. പിന്നെ ആൽഫ, അത് സെക്കൻഡ്, അത് ആ ഒരു 4th പാരഗ്രാഫിൽ പറയുന്നുണ്ട്. However, it is not just about the H5N1 strain. Any further spread of H1N1 virus between birds or from birds to humans would not be good. അതായത് ആ ഒരു സ്ട്രെയിനിനെ പറ്റിയല്ല, ഇനി H1N1 വൈറസിന്റെ സ്പ്രെഡ് ബേർഡ്സിലോട്ടോ അല്ലെങ്കിൽ ബേർഡ്സിൽ നിന്ന് ഹ്യൂമനിലോട്ടോ വന്നാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇറ്റ് മൈറ്റ് മേക്ക് ദ വൈറസ് ഹാർഡർ ടു കൺട്രോൾ. എന്താക്കും, മേ ബി ആ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യാൻ ഹാർഡർ ആക്കും. ബിക്കോസ് ഇറ്റ് വുഡ് ബി മോർ ലൈക്ലി ടു ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. അയ്യോ അതല്ല അല്ലേ, പാരഗ്രാഫ് മാറിപ്പോയി. പാരഗ്രാഫ് The emergence of the more dangerous strain of flu remain the theoretical risk. Different strains of virus can mix in a process called genetic reassortment or recombination. So far, there has been no case of H5N1 bird flu in flock in Chile. അപ്പോൾ ഇതുവരെയും അവിടെ ചിലിയിൽ ഇതിന്റെ കേസ് ഒന്നും ഇല്ല. However, Dr. Lubron said in Southeast Asia, it is not lot of virus circulating in poultry. അത് അവിടെ ഒരുപാട് പൗൾട്രീസിൽ വൈറസ് സർക്കുലേറ്റിംഗ് ആണ്. The introduction of H1N1 in these population could be greater concern. നേരെ മേലെ പറഞ്ഞിരിക്കുന്ന ചിലീസിലോട്ടുള്ള ഈ H1N1 എന്താണ് ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും, ഗ്രേറ്റർ കൺസേൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാം. H5N1 വൈറസ് സ്പ്രെഡിങ് ടു ചിലി. ഹലോ, പറയടാ. ബി സി ഡി 3 പറഞ്ഞേക്കുന്ന H5N1 H1N1 ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അത് ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. അതാ മാമ ആദ്യം പറഞ്ഞ പോയിന്റ്. മാമ ആദ്യമേ അത് പറഞ്ഞത് അങ്ങനെ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാന്ന്. ഉറങ്ങുമായിരുന്നോ? സന്ധ്യ കേട്ട് കാണത്തില്ലായാലും. ഓക്കേടാ, അത് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. വൈറസിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ഈസി ആയിട്ട് ആ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ആൽഫ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. Next 11, which statement best describe the opinion of the representative from the Institute of Animal Health? അപ്പൊ ബെസ്റ്റ് ഒപ്പീനിയൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബീറ്റ. കിട്ടിയോ? ബീറ്റ ആണോ മാം? ആൻസർ കീ ബീറ്റ അല്ലേ? ബീറ്റ സോറി ഡെൽറ്റ തെറ്റ ആൻസർ. ഓക്കെ, ഞാൻ ഡെൽറ്റ അല്ലേ? ഡെൽറ്റയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഏത് പാരഗ്രാഫാണ്? നെക്സ്റ്റ് പാരഗ്രാഫ് അല്ലേ? നോക്ക്, കോളിൻ ബട്ടറിന്റെ അല്ലേ? Colin Butter from the UK's Institute of Animal Health agrees. We hope it is a rare event and we must monitor closely what happens next. അപ്പോൾ ഇതൊരു റയർ ഇവന്റ് ആണ്. ഒരു ഇനി എന്തുണ്ടാകുമെന്ന് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. However, it is not just about H5N1 strain. അപ്പൊ ഈ സ്ട്രെയിനെ പറ്റിയിട്ടല്ല, പിന്നെ അവരെന്താണ് അതിന്റെ ഒരു സ്പ്രെഡ് ഹ്യൂമൻ ബേഴ്സിലോട്ടോ അല്ലെങ്കിൽ ബേഴ്സിൽ നിന്ന് ഹ്യൂമനിലോട്ടോ ഉണ്ടാവുന്നത് നല്ലതല്ല. അതിനെ കൺട്രോൾ ചെയ്യാൻ ഹാർഡർ ആണ്. കാര്യം ഇത് മോർ ലൈക്ലി ടു ചേഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. Then next line, William Karesh, Vice President of Wildlife Conservation Society. ഇതുവരെ മതി. ഇനി എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ആൽഫ, he does not want the virus to spread further because it could lead to genetic reassortment. അതായത് അയാൾക്ക് ഇത് സ്പ്രെഡ് ആക്കണ്ട, കാരണം ഇത് എന്താകും, ഒരു ജെനറ്റിക് റീഅസോർട്ട്മെന്റിലോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല. ലാസ്റ്റ് സെക്കൻഡ് ലൈനിൽ ഇറ്റ് മേക്ക് ദ വൈറസ് ഹാർഡർ ടു കൺട്രോൾ ബിക്കോസ് ഇറ്റ് വുഡ് മോർ ലൈക്ലി ടു ചേഞ്ച്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ജെനറ്റിക് റീഅസോർട്ട്മെന്റിലോട്ട് പോകുമെന്ന് പറയുന്നില്ല.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. Then C, he hopes that BBC News will pay more attention to closely monitor the virus. BBC News ആണോ closely monitor ചെയ്യുന്നത്? അല്ല, അയാള് BBC ന്യൂസിനോട് പറഞ്ഞു എന്നേ പറയുന്നുള്ളൂ. We hope, first line, we hope it is a rare event. We must monitor closely what happen next. നമ്മൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് എന്താ ഉണ്ടാകുന്നതെന്ന് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുക. He told BBC News. ഇയാള് BBC ന്യൂസിനോട് പറഞ്ഞു. അല്ല BBC ന്യൂസ് അറ്റൻഷൻ കൊടുക്കണമെന്ന് പറയുന്നില്ല. ഇല്ല. D, birds and humans should be under more control. Otherwise the virus may change. അതായത് ബേർഡ്സും ഹ്യൂമനും അണ്ടർ കൺട്രോളിലായിരിക്കണം, ഇല്ലെങ്കിൽ വൈറസ് ചേഞ്ച് ആവുമെന്ന്. അങ്ങനെ പറയുന്നില്ല. ഇത് ഇനി ബേർഡ്സിൽ നിന്ന് ഹ്യൂമനിലോട്ട് വല്ല ഇത് സ്പ്രെഡ് ആയാൽ അത് നല്ല കാര്യമല്ല എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് സെക്കൻഡ് ലൈനില്. കാരണം എന്താണ്? ഇറ്റ് മൈറ്റ് മേക്ക് ദ വൈറസ് ഹാർഡർ ടു കൺട്രോൾ. വൈറസിനെ കൺട്രോൾ ആക്കാൻ ഹാർഡർ ആണ് എന്നാണ് പറയുന്നത്. അത് ഇറ്റ് വിൽ ബി മോർ ലൈക്ലി ടു ചേഞ്ച്. അല്ലാതെ ഹ്യൂമനും ബേർഡ്സും ഷുഡ് ബി അണ്ടർ കൺട്രോളിലായിരിക്കണം എന്ന് പറയുന്നുണ്ടോ? ചേഞ്ച് ആവുമെന്ന് പറയുന്നില്ല. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ നിങ്ങക്ക്? മനസ്സിലായി മാം. പക്ഷെ മാം പറഞ്ഞ തേർഡ് ലൈനിൽ നിന്ന് ഞങ്ങൾ ആൻസർ ഡെൽറ്റ എടുത്തത്. BBC ന്യൂസിന് തൊട്ട് മുമ്പ് പറയുന്നില്ലേ, അതായത് കൂടുതൽ കേരള ക്ലോസ്ലി വാട്ട് ഹാപ്പൻ നെക്സ്റ്റിനെ കുറിച്ചായിരിക്കണം. അത് അവിടെ പറഞ്ഞിരിക്കുന്ന ബേർഡ്സിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഡെൽറ്റ എടുത്തത്. മസ്റ്റ് ക്ലോസ്ലി മോണിറ്റർ. ഇനി എന്ത് സംഭവിക്കും നമ്മൾ മോണിറ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓർത്തത് ബേർഡ്സിനെ കുറിച്ചും ഹ്യൂമനെ കുറിച്ചും ആയിരിക്കും. എടുത്ത് പറഞ്ഞിട്ടില്ല, ബേർഡ്സ് ഹ്യൂമൻ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അതായിരിക്കും എന്ന് ഓർത്തു. കാരണം ഇവിടെ he think H1N1 is no longer important, but he is worried about H1N1. അത് ആ പോയിന്റ് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലായില്ല. പറയാം. ഇത്തിരി മനസ്സിലായില്ലേ? ബാക്കി മനസ്സിലായി. ഇനി നോക്കാം. ഓപ്ഷൻ ബി, he think H5N1 is no longer important, but he is worried about H5N1. നമുക്ക് ഇവിടെ പറയുന്നുണ്ട് സെക്കൻഡ് ലൈൻ, however it is not just about H5N1 strain. അപ്പൊ അയാൾ ഈ പറയുന്ന എന്തിനെ പറ്റിയിട്ടല്ല, H5N1 സ്ട്രെയിനെ പറ്റിയിട്ടല്ല. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എലിമിനേറ്റ് ചെയ്തൂടെ? H5N1 is no longer important. മനസ്സിലായോ? പിന്നെ any further spread of H1N1 virus between birds or from birds to human would not be good. അതാണ് is worried about H1N1. സന്ധ്യക്ക് മനസ്സിലായോ? എനിക്ക് ആൻസർ കിട്ടിയത്, ഞാൻ ആ ലൈനിൽ ആൻസർ കിട്ടിയത്. ഓക്കെ. Then 12th question, which statement best describe the opinion of the Vice President of the Wildlife Conservation Society? അപ്പൊ ബെസ്റ്റ് ഒപ്പീനിയൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ചാർലി കിട്ടിയോ? He surprised that situation constantly changed. കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ല. നമുക്ക് വില്യം കരേഷ്, Vice President of Wildlife Conservation Society, who studies the spread of animal disease. അപ്പോ ഇതിനെപ്പറ്റി പഠിച്ചു. Says he is not surprised what has happened. അപ്പൊ ഇപ്പൊ നടക്കുന്നതിനെ പറ്റി ആൾ സർപ്രൈസ്ഡ് അല്ല. The location is surprising. പക്ഷെ എന്ത് സർപ്രൈസിംഗ് ആണ് ലൊക്കേഷൻ. But it could be that Chile has a better surveillance system. അതായത് ചിലിക്ക് ഒരു ബെറ്റർ സർവൈലൻസ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ ലൊക്കേഷൻ സർപ്രൈസിംഗ് ആണ്. However, the only constant is that situation keeps changing. ഇനി നോക്കുക. ഓപ്ഷൻ എ, he is not surprised that not enough people are studying the spread of animal disease. അങ്ങനെയൊന്നും പറയുന്നില്ല, ഉണ്ടോ? ഇല്ല, പറയുന്നില്ല. ഇല്ല. B, he is not surprised that swine flu has been reported in birds in Chile. അങ്ങനെയും പറയുന്നില്ല ഈ വൈസ് പ്രസിഡന്റ്. Then D, he is surprised that swine flu has been reported in birds in China, but suspect other countries may be aware of the spread of the birds. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു പാരഗ്രാഫിൽ. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലേ? So Charlie, he is surprised that the situation is constantly changing. ലാസ്റ്റ് ലൈനിൽ നിന്ന് ആൻസർ എടുക്കാം മാം. However, the only constant is that the situation keeps changing. The location is surprising, but it could not that Chile has a better surveillance system. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലിയിൽ അങ്ങനെ ഒരു സർവൈലൻസ് സിസ്റ്റം ഉണ്ടെന്നൊന്നും പറയുന്നൊന്നുമില്ല. എന്നിരുന്നാലും
The only constant is that the situation keep changing. Situations keep on changing ആവുന്നുണ്ട്. അതൊരു പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. സോ അത് ആൻസർ എടുക്കാൻ പറ്റും. ഇപ്പൊ സംഭവിക്കുന്നതിനാണ് സർപ്രൈസിങ്. പക്ഷെ സർപ്രൈസിങ് എന്ന് പറയുന്ന ലൊക്കേഷൻ ആണ്. കാരണം however the only constant is that the situation is keep changing. Okay അല്ലേ അപ്പൊ അത്? അതൊക്കെ മാം. 13 according to the Brazilian Ministry of Health. ബീറ്റ കിട്ടിയോ? ബീറ്റ ആണോ ഡെൽറ്റ ആണോ? ഡെൽറ്റ റോങ് ആണ്. കാരണം ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൽഫ the United States has counted 52 fatalities. അത് നമുക്ക് പറയുന്നുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത ലൈൻ നോക്ക്. The United States has counted 52 fatalities through Thursday. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു ബ്രസീലിയൻ മിനിസ്ട്രി എന്താ പറയുന്നതെന്ന്. ബ്രസീലിയൻ മിനിസ്ട്രിയുടെ കാര്യം പറയുന്നത് എവിടെയാണ്? ഒരു സെക്കൻഡ് ലൈൻ തൊട്ട്. In the terms of mortality rate which consider the flu death in terms of nation's population. Brazil ranked 7th, United States is 13th. Brazilian Ministry of Health said in news release Wednesday. അല്ലേ? ഇതാണ് ബ്രസീലിയൻ മിനിസ്ട്രി പറഞ്ഞേക്കുന്നത്. ആൽഫ ഒരു മെൻഷൻ ചെയ്യുന്നില്ല. മനസ്സിലായോ? See, more people have died in the USA than in Brazil. USA-ക്കാളും കൂടുതൽ ആൾക്കാർ മരിച്ചത് ബ്രസീലിലാണെന്ന്. ആണോ? USA-ൽ എത്രയാണ് റാങ്ക് പറഞ്ഞേക്കുന്നത്? 13. ബ്രസീൽ എത്രയാണ്? 7th. അപ്പൊ ഏറ്റവും കൂടുതൽ പേര് മരിച്ചത് എവിടെയാണ്? ബ്രസീലല്ലേ? ഞാൻ പറഞ്ഞു തിരിഞ്ഞു പോയോ? സോറി, അതാണ് ആൻസർ. മനസ്സിലായില്ലേ? ഞാൻ ആൻസർ ആണ് ലൊക്കേറ്റ് ചെയ്തത്. ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത്. ബ്രസീലല്ലേ 7th റാങ്ക് മോർട്ടാലിറ്റിയില്. അപ്പൊ നമുക്ക് ബീറ്റ ആൻസർ എടുക്കാം. മനസ്സിലായില്ലേ ഇത്? പിന്നെ അല്ല, തിരിച്ചാണല്ലോ. ഒരു സെക്കൻഡ് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയട്ടെ. ഒന്ന് റെഡ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ചാർലി നോക്ക്. മോർ പീപ്പിൾ ഹാവ് ഡൈഡ് ഇൻ ദ USA ദാൻ ഇൻ ബ്രസീൽ. അപ്പോ ബ്രസീലിനേക്കാളും ഒരുപാട് പേര് മരിച്ചത് USA-ലാണെന്ന്. അല്ല, USA-ലാണ് 13th റാങ്ക്, ബ്രസീലിലാണ് 7th റാങ്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ പേര് മരിച്ചത് ബ്രസീലിലാണ് USA-ക്കാളും. പിന്നെ ഡെൽറ്റ, ബ്രസീൽ ഇസ് ദ 13th വേഴ്സ്റ്റ് കൺട്രി ഓഫ് സ്വീൻ ഫ്ലൂ ഡെത്ത്. 13th വേഴ്സ്റ്റ് കൺട്രി ആണോ? 13th കൺട്രി ഏതാണ്? 13th റാങ്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് അല്ലേ? ബ്രസീലിന് 7th ആണ്. അപ്പൊ ഡെൽറ്റ എലിമിനേറ്റ് ചെയ്തു. പിന്നെ ബീറ്റ, മോർ പീപ്പിൾ ഹാവ് ഡൈഡ് ഇൻ ബ്രസീൽ ദാൻ ഇൻ ദ USA-ക്കാളും ഏറ്റവും കൂടുതൽ പേര് മരിച്ചത് എവിടെയാണ്? ബ്രസീലില്. അതല്ലേ കറക്റ്റ്? 7th റാങ്ക് ബ്രസീലിലാണ്. ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഡയറക്റ്റ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ ഇത്? അപ്പൊ ഈ കൗണ്ടഡ് 522 ഫാറ്റാലിറ്റീസ് ഉദ്ദേശിക്കുന്നത് അത് ബ്രസീൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പറയുന്നതല്ല. ബ്രസീൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പറയുന്നത് എവിടെയാണ്? സെക്കൻഡ് ലൈൻ തൊട്ടാണ് മോർട്ടാലിറ്റി റേറ്റ് വെച്ചിട്ട്. കണ്ടോ? ഇത്രയാണ് ബ്രസീൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൗണ്ട് ചെയ്തേക്കുന്നത് 52 fatalities ത്രൂ തേഴ്സ്ഡേ ആൻഡ് നിയർലി 1800 പീപ്പിൾ ഹാഡ് ഡൈഡ് വേൾഡ് വൈഡ് ത്രൂ ഓഗസ്റ്റ് 13. അത് പറയുന്ന ആരാണ്? US ആൻഡ് ഗ്ലോബൽ ഹെൽത്ത് ഒഫീഷ്യൽ സെഡ്. മനസ്സിലായോ? ഇത് പറയുന്നത് ഗ്ലോബൽ ഹെൽത്ത് ഒഫീഷ്യൽസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ബ്രസീൽ മിനിസ്ട്രി ആണ്. നെക്സ്റ്റ് വൺ 14. Which of the following statement is true? False. ഫാൾസ് അല്ല, ട്രൂ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നത്. കിട്ടിയായിരുന്നു ആൻസർ? ഇല്ല, അത് കിട്ടിയില്ല. ഫാൾസ് അല്ല, ട്രൂ ആണ്. കാര്യം ഓപ്ഷൻ എ, 52 pregnant women have died in the swine flu in Brazil. ബ്രസീൽ എത്ര pregnant women ആണ് ഡൈഡ് ആയേക്കുന്നത്? 48. ഞാൻ ആ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് 48 pregnant women have been confirmed in H1N1 and 58 died. എത്ര പേരാണ് ഡൈഡ് ആയത്? 480 pregnant women കൺഫേം ചെയ്തു, 58 വുമൻസ് ആണ് ഡൈഡ് ആയത്. കണ്ടല്ലോ? ബീറ്റ, അർജന്റീന ഹാസ് റിപ്പോർട്ടഡ് 836 H5N1 റിലേറ്റഡ് ഡെത്ത്. അതെന്ത് പറയുന്നുണ്ട്? ആ ഒരു ലൈൻ നോക്കട്ടെ.
Argentina. Next, മേളത്തെ പാരഗ്രാഫ് നോക്ക്. Argentina, which has reported 386 death attributed to H1N1 ആണ്, H591 അല്ല. മനസ്സിലായോ ബീറ്റ? ഇപ്പൊ മനസ്സിലായി മാം. അതും റോങ് ആണ്. പിന്നെ ഡെൽറ്റ, USA ഈസ് വൺ ഓഫ് ദ മോസ്റ്റ്ലി സിവിയർലി അഫക്റ്റഡ് കൺട്രീസ് ആനുവലി. അത് പറയുന്നുണ്ട്. എവിടെയാണ്? നെക്സ്റ്റ് ലൈനില്. അതിപ്പോ നമ്മൾ ലൊക്കേറ്റ് ചെയ്തതിന്റെ നെക്സ്റ്റ് ലൈനില് നോക്കാം. Okay, Argentina, which has reported 386 deaths attributed to H1N1 in August 13th, ranked first per capita. The Brazilian health official said Mexico, where the flu outbreak was discovered in April. അപ്പൊ മെക്സിക്കോയില് ഔട്ട്ബ്രേക്ക് ഡിസ്കവർ ചെയ്തത് ഏപ്രിലാണ്. റാങ്ക്സ് 14 per capita. അപ്പൊ അവിടെ എന്താണ്? Per capita means individual. Per capita means individual. അപ്പൊ നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ബ്രസീൽ, അർജന്റീന, ചിലി, മെക്സിക്കോ ആൻഡ് US have the most total cases globally. ഗ്ലോബലി ആണ്, ആനുവലി അല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. അപ്പൊ ഇത്രയും ഫോൾസ് ആണ്. അപ്പൊ ട്രൂ ആയിട്ട് വരുന്നത് സ്വിൻ ഫ്ലൂ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ മെക്സിക്കോ ഏപ്രിൽ. ഡയറക്റ്റ് പറയുന്നുണ്ട്. എവിടെയാണ്? അർജന്റീനയുടെ പാരഗ്രാഫില് സെക്കൻഡ് ലൈൻ. ദ ബ്രസീൽ ഹെൽത്ത് ഒഫീഷ്യൽ സെഡ് ആൻഡ് മെക്സിക്കോ where the flu outbreak was discovered in April. Outbreak means എന്താണ്? ബിഗിനിങ് അല്ലെ, തുടക്കം. അതാണ് ഡിസ്കവേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ആൻസർ ഏതായിരുന്നു? അപ്പൊ സിയോ ചാർലിയാ വരുന്നത്. ഞാൻ ആൽഫ ഇട്ടു, കാരണം ഫോൾസ് എന്നല്ല ചോദിച്ചേക്കുന്നേ. എനിക്ക് 48 52 കണക്ക് കണ്ട ഉടനെ ഇങ്ങോട്ട് ആൽഫ ചൂസ് ചെയ്തു. ബാക്കിയെല്ലാം ഫോൾസ് ആണോ? സി ഒഴിച്ച് ബാക്കിയെല്ലാം ഫോൾസ് ആണോ? ക്വസ്റ്റ്യൻ തെറ്റിപ്പോയത് നമുക്ക് അറിയുന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, എക്സാമിന് വരില്ലായിരിക്കും. ഇത് സ്റ്റഡി മെറ്റീരിയൽ ആയതുകൊണ്ടാ. ക്ലിയർ ആണോ ഇത്രയും ക്വസ്റ്റ്യൻസ്? അതെ മാം. ഓക്കെ, അപ്പൊ C2 ചാർട്ട് ചെയ്താലോ? C2 ഒരു സെക്കൻഡ്. C2 C2 അൽഷിമോ ഡിസീസ് ആണ് ടോപ്പിക് ആയിട്ട് വന്നേക്കുന്നത്. അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് തന്നേക്കുന്നത്. നോക്കാം. 15th question. According to paragraph 1, which of the following statement matches the opinion of most doctors? മോസ്റ്റ് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ ആയിട്ട് മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ചാർലി, കിട്ടിയോ? കിട്ടിയാവോ? ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്, physician now commonly advise older adults to engage in mentally stimulating activity as a way of reducing their risk of dementia. Indeed, the recommendation is often followed by the acknowledgement that evidence of benefit is still lacking. അപ്പൊ അതിലിരുന്ന് അത് ആൻസർ ആയിട്ട് എടുത്തൂടെ? What could possibly be the problem with other adults spending their time doing crossword puzzles and anagrams, completing puzzles, or listing their reaction time on a computer? In certain respects, there is no problem. Patient will probably improve the targeted skill and may feel good, particularly if the activity is both challenging and successfully completed. എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും?
Mentally stimulating activities are of little use എന്ന് പറയുന്നില്ല. ബെനിഫിറ്റ്സ് നോട്ട് പ്രൂവൺ ആണെന്ന് പറയുന്നുള്ളൂ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് അറിയുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറയട്ടെ, നോക്കാം. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാര്യം ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ബെസ്റ്റ് മാച്ച് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ലിറ്റിൽ യൂസ്. നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ ലിറ്റിൽ യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ? കാര്യം ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, physicians now commonly advise older adult to engage in mentally stimulating activity as a way of reducing the risk of dementia. അപ്പോൾ ഡിമെൻഷ്യ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് ഒരു വേ ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലിറ്റിൽ യൂസ് ആണെന്ന് പറയുന്നില്ല. Then next option B, the risk of dementia can be reduced by doing mentally stimulating activities. അപ്പോ എന്താകാം? മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിന്റെ റിസ്ക് ഓഫ് ഡിമെൻഷ്യ റെഡ്യൂസിങ് ആകാം. ക്യാൻ ബി റെഡ്യൂസിങ് എന്നല്ല, ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നത് മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റി അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്തായിട്ട്? ഒരു വഴിയായിട്ട് റിസ്ക് ഓഫ് ഡിമെൻഷ്യ റെഡ്യൂസ് ചെയ്യാനായിട്ട്. ക്യാൻ ബി എന്ന് പറയുന്നില്ല, മനസ്സിലായോ? ക്യാൻ ബി ഒരു പോസിബിലിറ്റി ആണ്, ഇവിടെ ഒരു ആസ് എ വേ, ഒരു വഴിയായിട്ട് തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുവാണ്. പിന്നെ മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡു മോർ ഹാം ദാൻ ഗുഡ്. അതായത് ഗുഡിനേക്കാളും കൂടുതൽ എന്തുണ്ടാക്കുന്നു? ഹാം ഉണ്ടാക്കുന്നു. അത് പറയുന്നുണ്ടോ? അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഇതിലില്ല. പക്ഷെങ്കില് ഇല്ലില്ല, അടുത്ത പാരഗ്രാഫിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. അപ്പൊ സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകണ്ട, അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സി, the benefit of mentally stimulating activities are not yet proven. അതായത് ഇതുവരെയും പ്രൂവൺ അല്ല. കാര്യം ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു വേ ആയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. Indeed, the recommendation is often followed by acknowledgement that evidence benefit is still lacking. ഇപ്പൊ ഇത് എന്താണ്? അതിന്റെ എവിഡൻസിന്റെ ബെനിഫിറ്റ് സ്റ്റിൽ ലാക്കിംഗ് ആണ്. കണ്ടോ? പിന്നെ ഇവിടെ ഡിയിൽ നോക്ക്, മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡു മോർ ഹാം ദാൻ ഗുഡ്. ഗുഡിനേക്കാളും ഹാം ഉണ്ടാക്കുമെന്ന്. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ഇറ്റ് കാണ്ട് ഹേർട്ട് ആക്കത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? കിലു ഓക്കെ ആണോ? അശ്വതി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. 16th one, in the paragraph 2, the authorities expresses the opinion that. എന്ത് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത്? ആൽഫ കിട്ടിയായിരുന്നോ? മാം സീറ്റ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്. സത്യം പറഞ്ഞ സീറ്റിൽ ഒന്നും കിട്ടിയില്ല. ഇല്ല, ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ കുഴപ്പമില്ല, എലിമിനേറ്റ് ചെയ്ത് പോവാം നമുക്ക്. ബട്ട് ഇറ്റ് ക്യാൻ ഹേർട്ട് ആക്കോ പോസിബിളി എന്ന് പറയുന്നുണ്ട്. There are two ways that engaging mental activity program might do more harm than good. അതായത് രണ്ട് വേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് മെന്റൽ ആക്ടിവിറ്റി പ്രോഗ്രാം എൻഗേജ് ചെയ്യാനായിട്ട്. അത് മേ ബി എന്താക്കാം? might do harm than good. First, they can falsely raise expectation. എന്ത് ചെയ്യും? falsely expectation raise ചെയ്യും. Second, individual have to develop dementia might be blamed for their condition. And when heavy smokers get lung cancer, they are sometimes seen as having contributed to their own fate. People with Alzheimer's disease might similarly be viewed as having brought it on themselves through failure to exercise their brains. ഇവിടെ ഓപ്ഷൻ എ, മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് മേ ഓഫേഴ്സ് ഫോൾസ് ഹോപ്പ്. നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ അല്ല, സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് ദേ ക്യാൻ ഫോൾസ്ലി റൈസ് എക്സ്പെക്ടേഷൻ. ബെസ്റ്റ് ഒപ്പീനിയൻ എന്നാണ് അല്ലെ? ഇവിടെ ദേ ക്യാൻ ഫോൾസ്ലി ഏത് പറയുന്നുണ്ട്, പക്ഷെ ഇതിനേക്കാളും കറക്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ലേ ചോദിച്ചേക്കുന്നേ? അല്ല സോറി ആൽഫയല്ലേ ആൻസർ? ആൽഫയല്ലേ ഇവിടെ പറയുന്നുണ്ട് ദേ ക്യാൻ ഫോൾസ്ലി റൈസ് എക്സ്പെക്ടേഷൻ. അതല്ലേ ആൽഫ? മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് മേ ഓഫർ ഫോൾസ് ഹോപ്പ്. സെയിം അല്ലേ രണ്ടും? ഇവിടുന്ന് ആൽഫ എടുക്കാം. ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. B, dementia sufferers often blame themselves for this condition. Next line പറയുന്നുണ്ട് individuals who do develop dementia might be blamed for their condition. might be blamed ആണ്, often അല്ല.
അത് ബ്ലെയിം ചെയ്യാം. ഓഫൺ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് അവരെ ബ്ലെയിം ചെയ്യുന്നു എന്ന്. മനസ്സിലായോ? പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ, Alzheimer's disease may be caused by lack of mental exercise. അതോടെ പറയുന്നുണ്ട് അല്ലേ? People with Alzheimer's disease might similarly be viewed as having brought it on themselves through failure to exercise their brain. അതായത് ലാക്ക് ഓഫ് മെന്റൽ എക്സസൈസ് മൂലമല്ല, ഫെയിലിയർ ടു എക്സസൈസ് ദിയർ ബ്രെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഫെയിലിയർ ആണ്, ലാക്കല്ല. പിന്നെ ഞാൻ ഈ കൂടെ റബ്ബ് ചെയ്ത് പോകണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് എന്റെ വര കണ്ടിട്ട് കേട്ടോ. പിന്നെ ഡെൽറ്റ, മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡു മോർ ഹാം ദാൻ ഗുഡ്. അത് പറയുന്നത് എന്താണ്? ബട്ട് ഇറ്റ് ക്യാൻ ഹേർട്ട് പോസിബിളി. There are two ways that encouraging mentally activity program might do more harm than good. എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ പറയുന്നത്. അവിടെ ഒരു പോസിബിലിറ്റി ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? താഴെ ഓപ്ഷനിൽ പോസിബിലിറ്റി പറയുന്നില്ല, ഹാം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്ത് ചെയ്യുന്നു, അവരൊരു ഫോൾസ് ഹോപ്പ് റൈസ് ചെയ്യാം സെക്കൻഡ് ലൈനില്. ക്ലിയർ ആയോ? 17. In paragraph 3, which of the following does not match the information on research in the Alzheimer's disease? Alzheimer's disease ന്റെ റിസർച്ചുമായിട്ട് മാച്ച് ചെയ്യാത്ത പോയിന്റ് ഏത്? ആൻസർ ആൽഫയാണ്. അപ്പൊ മാച്ച് ചെയ്ത പോയിന്റ്സ് നോക്കാം. ഓപ്ഷൻ എ, പീപ്പിൾ വിത്ത് ലെസ് എഡ്യൂക്കേഷൻ ഹാവ് എ ഹയർ റിസ്ക് ഓഫ് Alzheimer's disease. അത് നമുക്ക് പറയുന്നുണ്ട്. എവിടെയാണെന്ന് അറിയോ? ഒരു നോക്കട്ടെ, ലൈനെല്ലാം മാറ്റമായിട്ട് കണ്ടുപിടിക്കണം. Typically, the risk of Alzheimer's disease is 2 or 4 times higher in those who have fewer years of education as compared to those who have more years of education. കണ്ടോ? ആൽഫ മാച്ചിങ് ആണ്. സി, ഹാവിംഗ് മോർ എഡ്യൂക്കേഷൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് Alzheimer's. ഇവിടെ തന്നെ അത് എലിമിനേറ്റ് ചെയ്യാം. കാര്യം എഡ്യൂക്കേഷൻ കുറഞ്ഞവർക്കാണ് റിസ്ക് 2 to 4 times ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആൽഫയും ചാർലിയും സിംഗിൾ ലൈൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഡെൽറ്റ, റെഗുലർ ഇൻവോൾവ്മെന്റ് ഇൻ ലെഷർ ആക്ടിവിറ്റീസ് മേ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് Alzheimer's disease. അത് എവിടെ പറയുന്നുണ്ട്? അത് നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. Other epidemiological studies, although in less constancy, have suggested that those who engage more leisure activities have a lower prevalence incidence of Alzheimer's disease. കണ്ടോ? അപ്പൊ അതും ട്രൂ ആണ്. പിന്നെ സി അല്ല ബി ആണ് ആൻസർ മാച്ചിങ് അല്ലാത്തത്. Cognitive performance can be enhanced by regularly doing activities which are mentally challenging. അതായത് mentally challenging activities റെഗുലർലി ചെയ്യുമ്പോൾ cognitive performance എന്താകാം? ഇൻക്രീസ് ആകാന്ന്. എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? എവിടെ പറയുന്നു? സെക്കൻഡ് പേജ് എടുത്തോ. സെക്കൻഡ് പേജില് തേർഡ് ലൈൻ്റെ നിങ്ങൾ നോക്ക്. ഞാനൊരു ലാസ്റ്റ് തേർഡ് ലൈനിൽ പറയുന്നുണ്ട്. അഡീഷണലി, longitudinal studies have found that older adults without dementia who participate in more intellectually challenging daily activities show less decline over the time of various tests of cognitive performance. ആർക്കാണ്? വിത്തൗട്ട് ഡിമെൻഷ്യയുടെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്? എന്നിട്ട് ചെയ്തൂടെ? അതായത് longitudinal studies have found that older adults without dementia who participate in longitudinal studies. ഡെൽറ്റ അല്ലടാ, ഡെൽറ്റയാണ് ആൻസർ, അത് ബീറ്റയാണ് ആൻസർ. അതാണ് മെൻഷൻ ചെയ്യാത്തത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. അതായത് ഈ ഡിമെൻഷ്യ ഇല്ലാത്തവരെ വെച്ച് നടത്തിയപ്പോഴ് ആ ഒരു ഇന്റലക്ച്വലി ചലഞ്ചിങ് ഡെയിലി ആക്ടിവിറ്റീസ് കാണിച്ചത് ലെസ് ഡിക്ലൈൻ ഓവർ ദ ടൈം ഇൻ വേരിയസ് ടെസ്റ്റ് ഓഫ് കോഗ്നിറ്റീവ് പെർഫോമൻസ്. വേരിയസ് ടെസ്റ്റ് ഓഫ് കോഗ്നിറ്റീവ് പെർഫോമൻസിൽ ഡിക്ലൈൻ കാണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ബീറ്റയിൽ പറയുന്നത് എന്താണ്? എൻഹാൻസ് ആവുന്നു. എൻഹാൻസ് ആവുക മീൻസ് ഇൻക്രീസ് ആവും. മനസ്സിലായോ അത് വ്യത്യാസം?
പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയി. ഞാൻ ഒന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം പറയുന്നത് തെറ്റി, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് അത് നടത്തി, ഒരു ഇന്റലക്ച്വലി ചലഞ്ചിങ് ഡെയിലി ആക്ടിവിറ്റീസ് നടത്തി അവര് സ്റ്റഡി ആയിട്ട്. അപ്പോ ആ ലാസ്റ്റ് ലൈനിൽ നോക്ക്, അപ്പൊ കാണിച്ചത് ലെസ് ഡിക്ലൈൻ ഓവർ ദ ടൈം ഓൺ വേരിയസ് ടെസ്റ്റ് ഓഫ് കൊഗ്നിറ്റീവ് പെർഫോമൻസ്. അതായത് ഈ കൊഗ്നിറ്റീവ് പെർഫോമൻസിൽ ഡിക്ലൈൻ ആണ് കാണിച്ചത്. മനസ്സിലായോ? കുറഞ്ഞു, റെഡ്യൂസ് ആയി. പക്ഷെ നമുക്ക് ആ ബീറ്റ നോക്കിയേ, കൊഗ്നിറ്റീവ് പെർഫോമൻസ് ക്യാൻ ബി എൻഹാൻസ്ഡ്. എൻഹാൻസ്ഡ് മീൻസ് എന്താണ്? ഇൻക്രീസ് ആയെന്ന്. ഇൻക്രീസ് ആവുകയാണോ? അല്ല. അല്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്ക് പോവാം. 18. According to paragraph 4, which of the following statement is false? False statement ഏതെന്നാണ്? ആൻസർ ഡെൽറ്റ. കിട്ടിയോ? ഞാനങ്ങ് പറയാമേ, എനിക്ക് എക്സാം പ്രിപ്പറേഷൻ ആണ്, ക്ലാസ് ഉണ്ട്, അപ്പൊ പറഞ്ഞിട്ട് പോവാം. 18th one, 4th paragraph. നെക്സ്റ്റ് പാരഗ്രാഫില് നമുക്ക് ട്രൂ ആയിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ എ, ദ ഇമ്പാക്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലെഷർ ഈസ് ഡിഫിക്കൾട്ട് ടു മെഷർ. ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, ഹവർ ബോത്ത് education and leisure activities are imperfect measures of mental exercise. Imperfect measures ആണ് പറയുന്നുണ്ട്. കണ്ടോ അത്? അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു മീനിങ് ആണ്. Then B, better vascular health and reduced stress can decrease the risk of dementia. അതെവിടെ പറയുന്നുണ്ട്? ഒരു ഫിഫ്ത്ത് ലൈൻ. നിങ്ങൾക്ക് ഫിഫ്ത്ത് ലൈൻ, എനിക്കൊരു തേർഡ് ലൈൻ, ഇൻക്ലൂഡിംഗ് സ്ട്രെസ് റിഡക്ഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് വാസ്കുലർ ഹെൽത്ത് ബോത്ത് ഓഫ് വിച്ച് മേ കോൺട്രിബ്യൂട്ട് ടു റെഡ്യൂസിംഗ് ഡിമെൻഷ്യ റിസ്ക്. അതല്ലേ? അതന്നെ കണ്ടോ അത്? കണ്ടു. അപ്പൊ അതും ട്രൂ ആണ്. പിന്നെ സി, പീപ്പിൾ വിത്ത് ഹയർ IQ സ്കോർ മേ ബി ലെസ് ലൈക്ലി ടു സഫർ ഫ്രം ഡിമെൻഷ്യ. അതെവിടെ പറയുന്നുണ്ട്? ലാസ്റ്റ് ഒരു തേർഡ് ലൈൻ. വായിച്ചോടാ. To lower risk of dementia, research in Scotland, for example, showed that IQ test score at age 11 were predictive of future dementia risk. Predictive, and the people with a higher score may be less likely to suffer from dementia. Dementia അതിന്റെ ഇത് കുറവാന്നല്ലേ പറയുന്നത്? People with higher IQ score may be less likely to suffer. അവർക്ക് ഹയർ IQ ഉള്ളവർക്ക് അത് ലെസ് ആയിരിക്കും. അത് തന്നെയല്ലേ ആ പോയിന്റിൽ ഇവിടെ പറയുന്നതും. ഷോഡ് ദാറ്റ് IQ ടെസ്റ്റ് സ്കോർ അറ്റ് ദ ഏജ് ഓഫ് 11 were predictive or future dementia risk. സെയിം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ആൻസർ ഡെൽറ്റ. ഡെൽറ്റയാണോ ആൻസർ? ആൻസർ 18 അല്ലേ? ഞാൻ ആൻസർ ഫസ്റ്റ് ആൽഫ എലിമിനേറ്റ് ചെയ്തില്ലേ? ഫസ്റ്റ് ലൈന് പറയുന്നില്ല അത് ഇംപെർഫെക്റ്റ് ആണ്. ശരി. ഓക്കെ സോറി എനിക്ക് മാറിപ്പോയത്. സോറി. കോഗ്നിറ്റീവ്ലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ഡിമെൻഷ്യ റിസ്ക്. അത് തന്നെയാണ് ഈ പോയിന്റ് തന്നെയല്ലേ അത്? ഈ നാലാമത്തെ പോയിന്റ് നമ്മൾ ആദ്യം വായിച്ച പോയിന്റ് തന്നെയാണ്. ബോത്ത് ഓഫ് വിച്ച് മേ കോൺട്രിബ്യൂട്ട് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ഡിമെൻഷ്യ. അവിടെ തന്നെ നോട്ട് യെറ്റ് ദർ മെന്റൽ ആക്ടിവേഷൻ ബട്ട് there may also be broader health effects including stress reduction and improved vascular health, both of which may contribute to reduce dementia risk. Cognitive stimulating activities എന്ന് പറയുന്നതിനാണ് ഹെൽത്ത് എഫക്ട്സ്, സ്ട്രെസ് റിഡക്ഷൻ ഒക്കെ അല്ലേ? റെഡ്യൂസ് ചെയ്യുന്നു അങ്ങനെയല്ല പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? മോർ എൻഗേജ്മെന്റ് ഇൻ കൊഗ്നിറ്റീവ് സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ്. കൊഗ്നിറ്റീവ് സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസിലെ മോർ എൻഗേജ്മെന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ്ലി ടു ലോവർ ദ റിസ്ക് ഓഫ് ഡിമെൻഷ്യ. ആർക്കാണ്? പറയുന്നത് it could also be the third factor such as intelligence lead to greater level of education and more. അതായത് ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രേറ്റർ ലെവൽ ഓഫ് എഡ്യൂക്കേഷനും ലീഡ് ചെയ്യുന്നുണ്ട്. മോർ എൻഗേജ്മെന്റ് ഇൻ കോഗ്നിറ്റീവ് സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഡിപെൻഡന്റ്ലി ടു ലോവർ ദ റിസ്ക് ഓഫ് ഡിമെൻഷ്യ. അതാ ഇന്റലിജന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് തേർഡ് ഫാക്ടർ അല്ലെ? കോഗ്നിറ്റീവ് എന്തായിരുന്നു? കോഗ്നിറ്റീവ് എടുക്കട്ടെ. കോഗ്നിറ്റീവ്ലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡിമെൻഷ്യ റിസ്കിനെ റെഡ്യൂസ് ചെയ്യുന്നതല്ല, ഇന്റലിജന്റ് ആണ് അവിടുത്തെ മെയിൻ ഫാക്ടർ ആയിട്ട് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസില്? 19 നോക്കാം. 19. Which of the following is closest in meaning to the expression keep dementia at bay? അപ്പൊ ഈ ഒരു എക്സ്പ്രഷന്റെ ഈ ഒരു ഫ്രേസിന്റെ മീനിങ് ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഏതാണ്? ആൻസർ ആൽഫയാണ്. കിട്ടിയായിരുന്നോ? കിട്ടിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം.
ലാസ്റ്റിന്ന് തേർഡ് പാരഗ്രാഫിലായിട്ടാണ് അല്ലെ? ലാസ്റ്റിന്ന് തേർഡ് പാരഗ്രാഫ്, ദ കൺസെപ്റ്റ് എന്ന് പറയുന്ന പാരഗ്രാഫില് നമുക്ക് പറയുന്നുണ്ട്. നമുക്ക് ഒരു തേർഡ് ലൈൻ നോക്കാം. At other time, cognitive reserve is defined as the ability to compensate for acquired brain pathology. Taken together, the evidence is very suggestive that having greater cognitive reserve is related to reduce risk of Alzheimer's disease. But the evidence that mental exercise can increase the cognitive reserve and keep dementia at bay is weak. അതായത് ഈ മെന്റൽ എക്സസൈസ് എന്ത് ചെയ്യുന്നു, ഡിമെൻഷ്യ നമുക്ക് ഉണ്ടാകുന്നത് കുറച്ച് വീക്കർ ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഡിലേ ആക്കും. ഇനി ക്യൂർ ചെയ്യുന്നു പറയുന്നില്ല. ഈ ഒരു ഡിമെൻഷ്യ കീപ് അറ്റ് ബേ എന്ന് പറയുമ്പോ പ്രിവെന്റ് എന്നൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ പ്രിവെന്റ് അറ്റാക്കിംഗ് എന്നൊരു മീനിങ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ബാക്കി 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ആക്കിയിട്ട് ഡിലേ ദ ഓൺസെറ്റ് ഓഫ് ഡിമെൻഷ്യ. മനസ്സിലായോ? അതായത് കീപ് ഡിമെൻഷ്യ അറ്റ് ബേ ഈസ് വീക്കർ, അതായത് ഡിമെൻഷ്യ ഉണ്ടാകുന്നത് വീക്കർ ആക്കും, അത് ഡിലേ ആക്കും. മനസ്സിലായില്ലേ? 20. Which of the following phrases best summarize the main idea presented in paragraph 6? Answer delta. കിട്ടിയോ? പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, ഞാൻ ഡി എഴുതിയേക്കുന്നത്. ആൽഫ നോക്കാം. The effect of cognitive training has on Alzheimer's disease is limited. നമുക്ക് ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നുണ്ട്, cognitive training has demonstrable effect on performance, on view of self and brain function. But the result are very specific to skill that are trained. ഇവിടെ ലിമിറ്റഡ് ആണെന്ന് പറയുന്നില്ല അല്ലെ? ഡെമോൺസ്ട്രേറ്റബിൾ ഇഫക്ട്സ് ഓഫ് പെർഫോമൻസ് അല്ലാതെ അത് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ബി, ഡൂയിങ് മെന്റൽ പസിൽ മേ നോട്ട് ബി ആസ് ബെനിഫിഷ്യൽ ആസ് കോൺസെൻട്രേറ്റിംഗ് ഇൻ എവറിഡേ ലൈഫ്. അത് മെന്റൽ പസിലിംഗ് ചെയ്യുന്നത് എവറിഡേ ലൈഫിൽ ഒരു ബെനിഫിഷ്യൽ മേ നോട്ട് ബി ബെനിഫിഷ്യൽ അല്ലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഒരു തേർഡ് ലൈനിൽ പറയുന്നുണ്ട്. ഫർദർ നമുക്ക് further, the type of skills taught by practicing mental puzzle may be less helpful in everyday life. Everyday life less helpful എന്നാണ്, may not be beneficial എന്നല്ല. മനസ്സിലായല്ലോ? C അല്ല, B. Then C, cognitive training improve brain performance. അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ തന്നെ cognitive training has demonstrable effects on performance, on view of self and brain function. Brain functionsല് ഒരു ഡെമോൺസ്ട്രേറ്റബിൾ ഇഫക്ട്സ് ഉണ്ടാകുന്നു എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ആക്കുമെന്ന് പറയുന്നില്ല അല്ലെ? ബ്രെയിൻ പെർഫോമൻസ് ഇംപ്രൂവ് ആക്കുമെന്നല്ല, ഇതിലൊക്കെ ഒരു ഡെമോൺസ്ട്രേറ്റബിൾ ഇഫക്ട്സ് ഉണ്ടാക്കുന്നു എന്നാണ് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡെൽറ്റ, ദ ഇഫക്ട് കോഗ്നിറ്റീവ് ട്രെയിനിങ് ഹാസ് ഓൺ അൽഷിമേഴ്സ് ഡിസീസ് ഈസ് ഇൻഡെഫിനിറ്റ്. അതായത് നമുക്കൊരു സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്, cognitive training has demonstrable effect on performance, on view of self and on brain function, but the results are very specific to skill that are trained. But it is yet eternally unknown whether there is any effect on whether an individual develop Alzheimer's disease. അതായത് എന്തെങ്കിലും ഇഫക്റ്റീവ് ഉണ്ടാകോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് അൾഷിമർ ഡിസീസ് ഉണ്ടാകോ എന്നുള്ള കാര്യത്തിൽ എന്താണ് കാര്യം അൺനോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഡെൽറ്റ എടുക്കാം. ഇൻഡെഫിനിറ്റ് മീൻസ് എന്താണ്? അൺനോൺ. ഓക്കെ ആണോ? 21. According to paragraph 7, which of the following is correct regarding the development of dementia? അപ്പോ 7 ബേസ് ചെയ്ത് കറക്റ്റ് പോയിന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആൽഫ. കിട്ടിയോ?
ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ബി നോക്കാം. Environmental factors interact with behavioral factors in determining susceptibility to Alzheimer's disease. ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ഒരു ഫോർത്ത് ലൈനിൽ പറയുന്നുണ്ട്, the balance of explanation lies in environmental influence and behavioral health practices alone or interaction with genetic factors. അതായത് environmental influence and behavioral health practice alone or interaction with genetic factors എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ പറഞ്ഞേക്കുന്നത് environmental factors interact with behavioral factors. അങ്ങനെയല്ല, environmental factorsഉം behavioral factorsഉം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തോട്ട് interact ചെയ്യും? genetic factorsഉം ആയിട്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ എലിമിനേഷൻ എല്ലാവർക്കും? B. C. Good brain health can reduce the risk of developing Alzheimer's disease. അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ഒരു third line that genetic influence are great importance in accordance with the individual difference in cognitive reserve and explaining who develop Alzheimer's disease and who does not. ചാർലി, അങ്ങനെ ഒരു ബ്രെയിൻ ഹെൽത്തിന്റെ, അതായത് തേർഡ് ലൈൻ സെക്കൻഡ് ലൈൻ പറയുന്നുണ്ട്, there is a better evidence that good brain health is determined by multiple factors. The brain development early in life matter and great genetic influence are great importance in accounting individual difference. അതായത് ഒരു ജെനറ്റിക് ഇൻഫ്ലുവൻസ് ആണ് ഗ്രേറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അല്ല ഗുഡ് ബ്രെയിൻ ഹെൽത്ത് അൽഷിമേഴ്സ് ഉണ്ടാവുന്ന റിസ്ക് റെഡ്യൂസ് ആക്കുമെന്ന് പറയുന്നില്ല. ഉണ്ടോ? പിന്നെ നൺ ഓഫ് ദ എബവ് എലിമിനേറ്റ് ചെയ്തിട്ട് ആൽഫ നോക്ക്, ജെനറ്റിക് ഫാക്ടേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതല്ലേ നമുക്ക് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് ലൈനായിട്ട്. ദെയർ ഈസ് ബെറ്റർ എവിഡൻസ് ദാറ്റ് ഗുഡ് ബ്രെയിൻ ഹെൽത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ദ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏർലി in life matters and that genetic influence are great importance in accounting for individual differences. കണ്ടോ അത്? കണ്ടു. അവിടെ നമുക്ക് ആൻസർ എടുക്കാം. നെക്സ്റ്റ് 122. Which of the following would be the best alternative title for the essay? ചാർലി, കിട്ടിയോ? ഇവിടെ നമുക്ക് ആൽഫ ന്യൂ ഡെവലപ്മെന്റ് ഇൻ അൽഷിമേഴ്സ് റിസർച്ച്, ഡെവലപ്മെന്റ് ഒന്നും പറയുന്നില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ ബി, ബെനിഫിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫൈറ്റിംഗ് അൽഷിമർ ഡിസീസ്, എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റും പറയുന്നില്ല അൽഷിമർ ഡിസീസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്. ഗുഡ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഡിമെൻഷ്യ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല മാറ്റമുണ്ട്. The importance of cognitive training in preventing early onset of Alzheimer's disease. Cognitive training ന്റെ ഇമ്പോർട്ടൻസിൽ ഏർലി ഓൺസെറ്റ് ഓഫ് അൽഷിമർ ഡിസീസ് പ്രിവെന്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. നമുക്കിവിടെ എന്ത് പറയുന്നുണ്ട്? ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, however at this stage there is no convincing evidence that memory ഇല്ല. At this stage, there is no convincing evidence that memory practice and other cognitively stimulating activities are sufficient to prevent Alzheimer's disease. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറി പ്രാക്ടീസും അതർ കോഗ്നിറ്റീവ് സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസും ഈ അൽഷിമർ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സഫീഷ്യന്റ് ആണോ എന്ന് ഇപ്പോഴും എന്താണ്? നോ എവിഡൻസ്. നോട്ട് ജസ്റ്റ് എ കേസ് ഓർ ലോസ് ഇറ്റ്. ഒന്നിനും എവിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ എലിമിനേറ്റ് ചെയ്യാം, നമുക്ക് എല്ലാം എലിമിനേറ്റ് ചെയ്യാം, കോഗ്നിറ്റീവ് ട്രെയിനിങ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എന്തെടുക്കാം? ചാർലി, ഡൗട്ട് റിഗാർഡിംഗ് മെന്റൽ എക്സസൈസ് ആസ് പ്രിവെന്റീവ് മെഷർ ഫോർ അൽഷിമേഴ്സ് ഡിസീസ്. അല്ലെ, ഒരു എവിഡൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഡൗട്ട്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശിവൻ ക്ലിയർ ആണ്? ക്ലിയർ. അതെ. ഓക്കെ.